എല്ലാവർക്കും ഒരു ഹായ് പോയി ഇന്നാണ് പോകുന്നത് സോൾനൈറ്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 94 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ അവരുടെ പ്ലാൻ പോലെ സ്റ്റാർട്ടായി. 15 മിനിറ്റ് മാത്രമാണ് സമയം. അതവിടെ നടക്കുമ്പോൾ കായിട്ട് മുൻപ് നടന്ന് ആലോചിക്കുകയാണ്. യുഹാവോ അവനൊരു സോൾ ടൂൾ കൊടുത്തിരുന്നു. 600-ലധികം സോൾ ഗൈഡിങ് കാനോൺസ്, എക്സ്പ്ലോഷൻ എക്യുപ്മെന്റ്സ്, അങ്ങനെ വേണ്ട ഒരുപാട് എണ്ണം ഉള്ള ഒരു സ്റ്റോറേജ് അതെല്ലാം യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ബാക്കിയുള്ളവരെ നോക്കണം, 15 മിനിറ്റിനുള്ളിൽ എല്ലാം ക്ലിയർ ആക്കണം. ഞാൻഷു ഇതെല്ലാം കാണുന്നുണ്ട്. അവളോട് ഒരു ലൊക്കേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞിരുന്നു. ഇതിന്റെ ഇമ്പാക്ട് ഡഞ്ചനിലുള്ളവർക്ക് മനസ്സിലായി. യുഹാവന്റെ പ്ലാൻ നടക്കുന്നതെന്ന് ഷൗമയ്ക്കും ഇല്ല. നമ്മളെ നേരെ അറ്റാക്ക് 3rd 4th എൽഡേഴ്സിനോട് കൂടെ വരാനായിട്ട് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം ഇവിടെ ഇല്ലേ, വെയിറ്റ് ചെയ്താൽ പോരെന്ന്. ഇനി എന്നെ എതിർക്കാൻ നോക്കണോ? അവർക്ക് വേറെ വഴിയില്ല, പോകണു. ഷോങ്ലി ബ്രദേഴ്സിനോട് നോക്കാനായിട്ട് പറഞ്ഞു കിട്ടു. എനിക്കവരെ കുറച്ചു നേരം മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയൂ. അടുത്തുള്ള ഗാർഡ്സ് അവരെ റഷ് ചെയ്ത് വരികയാണ്. അവരെ എതിർക്കാനായിട്ടാണ് യൂസാൻഷിയും ഈഗോയും ജൂച്ചനും ഉള്ളത്. അവർ സ്വൈപ്പ് യൂസ് ചെയ്ത് അങ്ങോട്ട് വരുന്നത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ജൂച്ചന്റെ സോഡ് അതിൽ തന്നെ ഒരുപാട് പേര് ഡെഡാക്കാണ്. മെയിനായിട്ട് ആ വെപ്പണാണ് ജഡ്ജ്മെന്റ് സോഡ്. അതുകൊണ്ടല്ലോ അത് യൂസ് ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ കൊല്ലുന്നുണ്ട്. യൂസാൻസ് വാട്ടർ എബിലിറ്റി യൂസ് ചെയ്തു. ഈഗോ അവളുടെ ലൈറ്റ് പവർ യൂസ് ചെയ്ത് അങ്ങനെ കൊല്ലുവാണ്. അവിടെ ഉള്ളവർക്കൊക്കെ ഇവരൊക്കെ ആരാണ്, ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചാവുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം ഗാർഡ്സിനെ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുകയാണ്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. യുഹാവോ അതുവഴി പോവുകയാണ്. ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു പ്ലേസിലെത്തി. ഷൂനിനോട് ഇനി നിന്റെ കയ്യിലാണ്, നീ അപ്പോൾ കുറെ നേരമായിട്ട് ആണെന്ന് പറയുന്നല്ലേ, മാറ്റാം. അവൾ ഓക്കെ എന്ന പോലെ വന്നിട്ട് നേരെ ചെന്നിട്ട് ആ വാട്ടർ മുഴുവൻ ഫ്രീസ് ആക്കാനായിട്ട് തുടങ്ങി. ആൾറെഡി ആ വാട്ടറിലുള്ള സോൾ റെസിസ്റ്റന്റ് പൗഡർ ഇല്ലാതാക്കിയിരുന്നു. അങ്ങനെ ഫ്രീസായി അവർ നേരെ അകത്തേക്ക് പോയി. അവിടെ ഫ്രീസായി എനിമി വരികയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ യുഹാവോന്റെ ആ ഡെഞ്ചറിന് പുറത്ത് ആ ഡോറ അതുപോലെ ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് പുറത്തേക്കും വരുന്നു. അകത്തേക്കും വരുന്നു. അവിടെ ഉള്ളവരെ കൊന്നിട്ട്. അതുകൊണ്ട് അവർ ഷോക്കായതുപോലെ സിസ്റ്റം എല്ലാം ഫെയിലായി. അതുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ ഇനി വർക്കാകില്ല. അവനോട് കണ്ടിട്ട് ഷോങ്ലി ബ്രദർ കൊള്ളാം, എന്താ ഈ വെള്ളത്തിൽ സോളർ റൈസിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആർക്ക് സോൾ പവർ ഇല്ല. പിന്നെ നീ എങ്ങനെ ഒറ്റയ്ക്ക് വന്നവരെ രസിക്കാനാണ്, നമ്മുടെ കൂട്ടിൽ വന്ന് കയറി എന്ന് നെക്കല പേസത്. യുഹാവതിന് ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന് എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ എല്ലാവരും ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന സോൾ പവർ അതെല്ലാം പുറത്തെടുക്കുന്നു. ആൾറെഡി അവിടെ ഉള്ള സോളർ റൈസിംഗ് പൗഡർ എല്ലാം ഇല്ലാതായല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ മാക്സിമം സ്ട്രെങ്ത് ഇപ്പോൾ പുറത്തെടുത്തു. എല്ലാവരും സോൾ കിങ്, സോൾ എംപറർ ലെവലും സോൾ സെയിന്റ് ഉള്ളവരൊക്കെയാണ്. കാരണം സ്റ്റുഡൻസ് മാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സെക്റ്റിലെ കുറേ ആൾക്കാരും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ പവർ എടുത്ത് ആ ഡഞ്ചൻ ബ്രേക്ക് ചെയ്യണ അവർക്കും ആൾറെഡി നല്ല കലിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ എല്ലാം കൊല്ലുകൊള്ളുന്നു. യുഹാവന്റെ പ്ലാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. തിരിച്ച് അറ്റാക്ക് ചെയ്തു. ഈവിൾ സോൾ മാസ്റ്റേഴ്സിന് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയം ഷോങ്ങിലെ പ്രത്യേകിച്ച് നൈസായിട്ട് അവിടെ നിന്ന് മാറി. കാരണം അവർക്കറിയാം ഇത്ര പേരൊന്നും തടയാൻ കഴിയില്ലെന്ന്. യുഹാവ പിന്നെ അവരെ കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവർ പുറത്തെത്തി ആൾറെഡി കായിട്ടുവിന്റെ പ്ലാൻ പോലെ അവിടെയുള്ള എല്ലാ സോൾ ഗൈഡിങ് വെപ്പൺസും യൂസ് ചെയ്തെല്ലാം ഡിസ്ട്രോയ് ആക്കി. യുഹാവ കണ്ടിട്ട് പ്ലാൻ പോലെ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ഒരുപാടധികം ആൾക്കാർ വരികയാണ്. അവരെല്ലാവരെ പിന്നെ അവർ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം യുദ്ധം തന്നെയാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് അവരുടെ സൗത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു. ഇപ്പോഴാണ് അത് യുഹാവോ ഷ്രെക്കിലാണ് എന്നത് മനസ്സിലായത്. അവിടെയുള്ള നാവിഗേഷൻ എല്ലാം ബ്രേക്കാക്കി. കായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ സോൾ ഗൈഡിന്റെ അറ്റാക്ക് ഒന്നും അവർക്ക് കാണില്ല. ഈ സമയത്ത് സൗത്ത് സൈഡിലാകട്ടെ യൂസാൻസ് ഈഗോയും ജോച്ചനും കൂടെ ചേർന്ന് അവരെ ഒരു സൈഡിലെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അങ്ങോട്ടേക്ക് വന്ന് ചറ പറ പിന്നെ അങ്ങോട്ടുള്ളവരെ അടിക്കുന്നുണ്ട്. ഇനി കുറച്ച് ടൈമേ ഉള്ളൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെ സ്വൈപ്പ് യൂസ് ചെയ്ത് പോയി. അവയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ ഒരുപാട് ആൾക്കാർ വരികയാണ്. അതെല്ലാം തടഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം ഷൗമി എൽഡേഴ്സിനെ തിരിച്ചു വന്നപ്പോൾ അവർ പോയിരുന്നല്ലോ. ഷോങ്ലി ബ്രദേഴ്സിന്റെ ഭാഗത്തുള്ള തെറ്റ് അതെടുത്ത് വഴക്ക് പറയാണ്. ഇവരാണ് ഏൽപ്പിച്ചത് എന്ന പോലത്തെ രീതിയിൽ. എന്നാൽ അവര് ആണയായിട്ട് പറയാണ് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഈ സോൾ റൈസിംഗ് പൗഡർ ഇട്ടതാണ്, അത് ചെക്ക് ചെയ്യാനായിട്ട് ഷോമി പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. 800-ലധികം ആൾക്കാർ. സോൾ എംപറർ, സോൾ സെയിന്റ് മാറിപ്പോകുന്നു. ഗ്രേറ്റ് സോൾ മാസ്റ്റേഴ്സ് ഉൾപ്പെടെ അവരെല്ലാവരെയും നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ പിന്നെ ഷോമി പറയുമ്പോൾ എൽഡേഴ്സും നമുക്ക് ഇങ്ങനെ നിന്നാൽ പറ്റില്ല, അവരെ പോയി കൊണ്ടുവരണം. അതിന് ഇവര് ചെയ്ത വല്ല ട്രാപ്പ് ചെയ്ത് ആണെങ്കിലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്നൊക്കെ ഇവരെ നന്നായിട്ട് നമുക്ക് വിശ്വസിക്കാം, ഇവരങ്ങനെ നിൽക്കില്ല എന്നൊക്കെ പറയാണ്. ഷാമയ്ക്ക് പ്രഷർ കൂടി വരുന്നുണ്ട്. ഇനി നിന്നാൽ ചിലപ്പോൾ എക്സ്പോസ് ആകും എന്ന് മനസ്സിലാക്കിയിട്ട് ശരി വാ പോവാം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പോകുന്നുണ്ട്. യുഹാവ ടീം റെസ്ക്യൂ ചെയ്ത് അവിടെ യൂസാൻസ് ടീമും ഉണ്ടായിരുന്നു. കായിട്ട് പിന്നെ ഫ്ലൈയിങ് സോൾ ടൂള് അത് കൊടുക്കുകയാണ്. അത് 800 എണ്ണം ഉണ്ട്. അത് യൂസ് ചെയ്ത് പോകാനായിട്ട്, അതായത് അവർക്ക് ഇവിടെ നിന്ന് ഫൈനലി എസ്കേപ്പ് ആകാനുള്ള ലാസ്റ്റ് ചാൻസുമായി. അവർക്ക് അതെല്ലാം കണ്ടിട്ട് വളരെ ഹാപ്പി. പരസ്പരം ഈഗോ ഒന്നുമില്ലാതെ കെട്ടുപിടിക്കണം. അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻഷിനെ കാണുന്നില്ല എന്ന് മനസ്സിലായ. അപ്പോഴേക്കും നോർത്ത് സൈഡിൽ വെച്ചിരുന്ന എക്സ്പ്ലോഷൻ ബോംബെല്ലാം പൊട്ടി. പർപ്പിൾ ഡീമണൈസ് നോക്കുമ്പോൾ നമ്പർ 7 ആൾക്കാർ വരുന്നതെന്ന് മനസ്സിലാക്കി. അവരുടെ റിയാക്ഷൻ സ്പീഡും ഞാൻ
വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അവരോട് പോകാനായിട്ട് പറഞ്ഞിട്ട് അവൻ നാൻസിനെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അത് റിസ്ക് ആണ്, നിന്റെ ലൈഫ് പോകും, നമ്മൾ വരെ. എന്നാ അവനില്ല, നിങ്ങളുടെ റിസ്ക് മിഷൻ കഴിഞ്ഞ് ഇത് എനിക്കുള്ളതാണ്, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. അങ്ങോട്ട് കണ്ണുറന്നാ നിന്നെയാണ് അന്വേഷിക്കുന്നതിന് ഇത് ഇമോഷന്റെ പുറത്ത് മാത്രമല്ല, ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാണ്, ഞാനാണ് ഇതിന്റെ ലീഡറും, ഒരാളെ പോലെ എനിക്ക് മിസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ഷൗമി എൻട്രൻസിന് അവിടെ നിന്ന് മാക്സിമം ഡിലേ ആയിക്കാണ്. അങ്ങനെ നിൽക്കുകയാണ്. പുറത്ത് ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ സോൾ ഗൈഡിങ് ആൾക്കാർ അവിടെ എത്തുന്നു. സറണ്ടർ ആകുക എന്ന് നമ്പർ 7 ഈഹങ്ങ്. എന്നാൽ അവർ രണ്ട് സെയിം ആണെന്ന് തന്നെ ഒരു ഷോട്ട് ചെയ്ത് അത് തട്ടിയകറ്റി. എന്ത് ധൈര്യമുണ്ട് നമ്മൾ സെയിം ആണെന്ന് പറഞ്ഞു വരാം എന്നൊക്കെ ഒരുമാതിരി സംസാരം അവരുടെ കീഴിലാണ് എന്ന പോലെ. ഇതാണ് ലെവൽ 9 സോൾ ഗൈഡിങ് മാസ്റ്റർ. സോ ഇയാളുടെ കയ്യിലാണ് നാൻസുവിന്റെ അമ്മയൊക്കെ ഉള്ളത്. എന്നാൽ ഈ വഴി ഹോൾഡ് ചെയ്യാനായിട്ട് ഷൗമി തീരുമാനിച്ചു ഹോളി സ്പിരിറ്റ് ചാർജിനെ എതിർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് കരുപ്പായിട്ട് അവർ തമ്മിൽ ഒരു പ്രശ്നമാകുകയാണ്. അവരുടെ വെപ്പൺസ് എല്ലാം ഉരുകി പോയി അവളുടെ സെഞ്ചുറി മില്യൺ സോൾഡറിന് പുറത്തെടുക്കുന്നു. ഇത് സോൾഡന്റ് 1 എത്രത്തോളം വിലയുണ്ടായിരുന്നു അതെല്ലാം സെക്കൻഡ് പാർട്ടിൽ കൊണ്ട് കളഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. നിർത്താനായിട്ട് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ മാസ്ക് ഇട്ട പെണ്ണ് അവളിപ്പോ നോക്കിയാ ക്ഷമ എന്ത് പോയോ, രണ്ടുപേരും അത് കണക്ക് പറയാണ്. ഇവളല്ലേ യുഹവ കൊന്നെന്ന് നോക്കിയാ അത് പോയി ട്വിൻ സിസ്റ്റർ ആണ്. അവൾ ഈഹങ്ങിനോട് രക്ഷപ്പെട്ടു പോയവരൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരതിന് അവരുടെ ആൾക്കാരോട് കൂടെ 100 പേരെ സിറ്റി സറൗണ്ട് ചെയ്യാൻ നാവിഗേഷൻ ഉപയോഗിച്ച് പിടിക്കാനായിട്ട് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അവർ പോയപ്പോ ഷൗമി ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് എൽഡേഴ്സിനോട് നിർത്തിയിട്ട് ഷോലി ബ്രദേഴ്സിനെ കൊണ്ടുപോകുന്നു. കാരണം ഇനി അവരെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ലല്ലോ. ഇവരെ പോലെയല്ല രണ്ടൽ ജേഴ്സ് ഹോളി സ്പിരിറ്റ് ചർച്ചിനെ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഈ സമയം സിറ്റിയിൽ കൂടി നാൻസി ഓടി വരികയാണ് അവളെ അമ്മ രക്ഷിക്കാനായിട്ട്. എന്നാൽ കായിട്ട് ബ്ലോക്കാക്കി ഡിസ്ട്രോയ് ആക്കിയിരുന്നു ആ വഴി മൊത്തം. അങ്ങനെ നിൽക്കുകയാണ്. അവളെ കുറച്ച് ഈവിൾ സോൾ മാസ്റ്റേഴ്സ് പിടിക്കുന്നത്. ഫ്രഷായ ഗേൾ അവളുടെ ഫ്ലഷ് അത് എടുത്ത് വൈനാക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. അമ്മ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, അവള് കാരണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടെ കരയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ലൈറ്റ് വന്നിട്ട് അതെല്ലാം നോർമലാക്കുന്നത്. നോക്കിയത് യുഹാവാണ്. അവർക്ക് റിയാക്ഷൻ ടൈം പോലും കൊടുക്കാൻ പറ്റില്ല. അതിനു മുമ്പേ കൊന്നു കളഞ്ഞു. ഓടിപ്പോയതിനെ കൊന്നു. അവളും കണ്ടിട്ട് ഹാപ്പി യുഹവ വാ പോകാം എന്ന് പറയണം. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ കാണാം അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.